നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള 4 മത്സരങ്ങളുടെ T20 പരമ്പരയിലെ മൂന്നാമത്തെ മത്സരം ഇന്ന് സെഞ്ചൂറിയനിൽ നടക്കുകയാണ്. ആദ്യ 2 മത്സരങ്ങൾ, ആദ്യ മത്സരം സൗത്ത് ആഫ്രിക്ക തോറ്റെങ്കിൽ രണ്ടാമത്തെ മത്സരം ഇന്ത്യ തോറ്റു. 1-1 സമനിലയിൽ നിൽക്കുന്ന പരമ്പരയിൽ ആര് മേൽക്കൈ നേടും എന്നുള്ളതാണ് ഇന്നത്തെ മത്സരത്തെ ശ്രദ്ധേയമാക്കുന്നത്. സെഞ്ചൂറിയനിൽ ഇന്ന് കളി ആരംഭിക്കുന്ന സമയം മറക്കണ്ട, രാത്രി 8:30. കൺഫ്യൂഷൻ വേണ്ട, ആദ്യ മത്സരം 8:30 ഡർബനിൽ നടന്നത്. പിന്നെ പോർട്ട് എലിസബത്തിലെ മത്സരം 7:30. ഇപ്പോൾ ഈ കളി വീണ്ടും 8:30. അപ്പോൾ അതിലൊരു സംശയം വേണ്ട. 2 ടീമുകളും അവരുടെ ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡും കൊണ്ടല്ല കളിക്കുന്നത് എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ 2 ടീമും നേരിടുന്ന ഇഷ്യൂസുണ്ട്. ആ ഇഷ്യൂസിനെ അവരെങ്ങനെ ഇന്നത്തെ മത്സരത്തിൽ അഡ്രസ്സ് ചെയ്യും എന്നതനുസരിച്ചിരിക്കും ഇന്നത്തെ മത്സരത്തിൻ്റെ ഫലം. സൗത്ത് ആഫ്രിക്ക ഇന്ത്യക്കെതിരെ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം തീർച്ചയായിട്ടും സ്പിൻ ബൗളിങ്ങിനെ അവർ നേരിടാൻ ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ സ്പിന്നേഴ്സിനെ 2 കളികളിലായിട്ട് അവർ 16 ഓവറുകളിലാണ് ഫേസ് ചെയ്തത്. അതിലവർ 91 റൺസാണ് സ്കോർ ചെയ്തത്. അതായത് 6 റണ്ണിന് താഴെയാണ് അവരുടെ റൺ റേറ്റ് സ്പിന്നേഴ്സിനെതിരെ എന്നർത്ഥം. കഴിഞ്ഞില്ല 12 വിക്കറ്റുകൾ സ്പിന്നർമാർക്ക് മുന്നിൽ അവർ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. സോ ഇപ്പോൾ വരുൺ ചക്രവർത്തിയും രവി ബിഷ്ണോയുമാണ് പ്രധാനമായും ബൗൾ ചെയ്യുന്നത്. അക്സറിന് അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നില്ല, നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ 2 പേരും ചേർന്നുകൊണ്ട് നേരത്തെ സൗത്ത് ആഫ്രിക്കയിൽ ഇന്ത്യൻ ടീം ODIക്ക് പോയ സമയം 2017-18 ഒരു കണക്കുണ്ട്. കുൽദീപും യശ്വേന്ദ്ര ചാഹലും ചേർന്നുണ്ട് കുൽച്ച സൗത്ത് ആഫ്രിക്കയെ വരിഞ്ഞങ്ങ് മുറുക്കിയത്. അന്ന് 5 മത്സരങ്ങളുടെ ODI പരമ്പരയിൽ 35 വിക്കറ്റും അവരെടുത്തത്. ഫോർമാറ്റ് വ്യത്യാസമുണ്ടെങ്കിലും ഏതാണ്ട് അതുപോലെ അവരുടെ ബാറ്റർമാരെ വരിഞ്ഞു മുറുക്കുന്ന ഇന്ത്യൻ സ്പിന്നേഴ്സിനെയാണ് നമ്മൾ കാണുന്നത്. അതിനെ, ആ സ്പിന്നേഴ്സ് ഉയർത്തുന്ന ത്രെട്ടിനെ എങ്ങനെ സൗത്ത് ആഫ്രിക്ക ഇന്ന് മറികടക്കും എന്നതനുസരിച്ചിരിക്കും ഇന്നത്തെ അവരുടെ വിജയസാധ്യത. ഇനി ഇന്ത്യയുടെ ഭാഗത്ത് ഇന്ത്യ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് ബാറ്റിംഗ് ഡെപ്ത്ത്. റീസെൻ്റ് ഇയേഴ്സിൽ ആ ഒരു പ്രശ്നം നമുക്കുണ്ടെന്ന് തോന്നുന്നു. നമ്പർ 7 കൂടി ഇന്ത്യയുടെ ബാറ്റിംഗ് അങ്ങ് സ്റ്റോപ്പ് ആവുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് മാച്ചിൽ നമ്മൾ കണ്ടില്ലേ, സഞ്ജു സാംസണിൻ്റെ ഒരു സ്റ്റോമിങ് സെഞ്ചുറി. ആ സെഞ്ചുറി വന്നിട്ട് 202 റൺസിൽ ഇന്ത്യയുടെ സ്കോർ നിന്നെങ്കിൽ അതിൻ്റെ കാരണം ലോവർ മിഡിൽ ഓർഡറിൽ വേണ്ട വിധത്തിൽ റണ്ണെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ മത്സരത്തിൽ ടോപ്പ് ഓർഡർ കൊളാപ്സ്ഡ് ആയപ്പോൾ പിന്നീട് ഒരിക്കലും മികച്ച രൂപത്തിൽ ബാറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്നാലെ വരുന്നവർക്ക് കഴിഞ്ഞില്ല. സോ ബാറ്റിംഗ് ഡെപ്തിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അതെങ്ങനെ പരിഹരിക്കും എന്നുള്ളതായിരിക്കും ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് ഈ കളിക്ക് മുമ്പ് നന്നായിട്ട് ചിന്തിക്കുന്നുണ്ടാവുക. സോ ടോപ്പ് ഓർഡർ ക്ലിക്കാവുക എന്നുള്ളത് ഈ മത്സരത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ മുഴുവൻ ഭാരവും ടോപ്പ് ഓർഡറിൻ്റെ മേലെ ഏൽപ്പിക്കാനും പറ്റില്ലല്ലോ. ഒരു ക്വിക്ക് ഫിക്സ് ഒന്നും ഇതിനില്ല. പെട്ടെന്ന് ഇപ്പോൾ ഇതിനൊരു പരിഹാരം കാണുക എന്നുള്ളത് ഈ സ്ക്വാഡിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യമല്ല. ലോവർ മിഡിൽ ഓർഡറിൽ നല്ല രൂപത്തിൽ ഹിറ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു ഓപ്ഷൻ എന്ന നിലയ്ക്ക് വേണമെങ്കിൽ രമൺദീപിനെ ഉപയോഗപ്പെടുത്താമെന്ന് മാത്രം. സോ ഈ 2 ഇഷ്യൂകൾ, ഇന്ത്യയുടെ ഇഷ്യൂവും സൗത്ത് ആഫ്രിക്കയുടെ ഇഷ്യൂവും വ്യത്യസ്തമാണ്. ഈ ഇഷ്യൂകൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും ഇന്നത്തെ മത്സരത്തിൻ്റെ ഫലം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.